നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഉള്ളി സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പച്ചക്കറിയും അതേപോലെ തന്നെ പുളി ഒന്നും ഇടാണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഉള്ളി സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ ഇന്ന് രാവിലെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ ഒപ്പമുണ്ട് ഈ സാമ്പാർ ഉണ്ടാക്കിയത്. അപ്പോൾ എനിക്ക് ഇന്നലെ കുറച്ച് പരിപ്പ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പരിപ്പ് കറി ഉണ്ടാക്കിയതിൽ കുറച്ച് പരിപ്പ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ പരിപ്പ് ഒരു കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കടുകൊക്കെ പൊട്ടിച്ച പരിപ്പാണ് കേട്ടോ. നമ്മൾ സാധാ പരിപ്പ് കറി ഉണ്ടാക്കിയതിൽ കുറച്ച് ബാക്കി വന്നതാണ് ഞാൻ പിറ്റേ ദിവസം എടുത്ത് സാമ്പാർ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇതിൽ നമുക്ക് തക്കാളി അരിഞ്ഞു കൊടുക്കാം. അപ്പോൾ പരിപ്പ് കുറച്ചല്ലേ ഉള്ളൂ, അത് കാരണം ഒരു തക്കാളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതേപോലെ തന്നെ പിന്നെ വേണ്ടത് നമുക്ക് പച്ചമുളക് വേണം, ഉള്ളി വേണം. അപ്പോൾ ഉള്ളി ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത്, അത് കാരണം ഞാനത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ കുറച്ച് വലുതാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് 2 കഷ്ണമാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് 2 ആക്കി മുറിച്ചിട്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൽ പിന്നെ വേണ്ടത് മസാലപ്പൊടികളാണ്. മസാലപ്പൊടികളായത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം, അതേപോലെ തന്നെ ഉപ്പുപൊടി. അപ്പോൾ ഉപ്പുപൊടി ഇടുമ്പോൾ നമ്മൾ പരിപ്പ് വേവിക്കണതിൽ ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് ഉപ്പുപൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാ പൊടികളും ചേർത്തിട്ട് പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതിനി വേവിക്കാൻ വെക്കാം. പിന്നെ കുറച്ച് ഒഴിച്ചിട്ടുണ്ടല്ലോ കേട്ടോ വെള്ളം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഇത് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ വേവിക്കാൻ വെക്കുമ്പോൾ ഒരു വിസിൽ കേൾപ്പിച്ചാൽ മതി കേട്ടോ ഇതിന്. അത് ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ കേൾപ്പിച്ചാൽ മതി. നമ്മുടെ ഉള്ളിയും തക്കാളി മാത്രമല്ലേ വേവാനുള്ളൂ, പരിപ്പൊക്കെ വെന്തിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഒരു വിസിൽ കേൾപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഉള്ളിയും തക്കാളിയും ഒക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാൻ കേട്ടോ. വേറൊരു 2 മസാലപ്പൊടിയും കൂടി ചേർക്കാനുണ്ട്, അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്കൊരു ചട്ടി വെച്ച് ചൂടായതിന് ശേഷം അതിൽ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിപ്പൊടിക്ക് ശേഷം കുറച്ച് സാമ്പാറിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ സാമ്പാർ പൊടി പുറത്തുനിന്ന് പാക്കറ്റ് മേടിച്ച സാമ്പാർ പൊടിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ചൂടാക്കിയിട്ട് നമ്മുടെ പരിപ്പിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ഉള്ളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് താളിക്കാനായിട്ട് കടുക് അതേപോലെ വറ്റൽമുളക്, കറിവേപ്പില വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉലുവ വേണമെന്നുണ്ടെങ്കിലും പൊട്ടിച്ച് ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഉള്ളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പച്ചക്കറിയും വേണ്ട, അതേപോലെ തന്നെ പുളി പിഴിഞ്ഞൊഴിക്കുകയും വേണ്ട കേട്ടോ. തക്കാളി ചേർക്കണമല്ലോ, അപ്പോൾ നമുക്ക് ആവശ്യത്തിന് പുളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ സെപ്പറേറ്റ് ഇനി പുളിവെള്ളമൊന്നും ചേർക്കണ്ട. നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇഡ്ഡലിക്കാണ് ഉണ്ടാക്കിയത് ഈ സാമ്പാർ. ഞാനിതിൽ ബാക്കി വന്ന പരിപ്പാണ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇപ്പോൾ അതങ്ങനെയല്ല, സാധാ ഒരു സാമ്പാർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പരിപ്പും വേവിക്കാത്ത പരിപ്പുണ്ടല്ലോ അതും അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ നേരത്തെ ചേർത്ത പോലെ തന്നെ നമ്മുടെ ഉള്ളി, അതേപോലെ തന്നെ തക്കാളി, പച്ചമുളക്, പിന്നെ ഉപ്പുപൊടി, മുളക് പൊടി, അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി, കായപ്പൊടി എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ വേവിച്ച പരിപ്പായതുകൊണ്ട് ഒരു വിസിൽ വേവിപ്പിച്ചുള്ളൂ. പക്ഷെ വേവിക്കാത്ത പരിപ്പാണെന്നുണ്ടെങ്കിൽ 2 വിസിൽ മീഡിയം ഫ്ലെയിമിൽ തന്നെ അല്ലെങ്കിൽ സിമ്മിൽ ഇട്ട് 2 വിസിൽ കേൾപ്പിക്കുക. എന്തായാലും തീ കുറച്ചിട്ടിട്ട് 2 വിസിൽ കേൾപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി അതേപോലെ തന്നെ ഉള്ളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉച്ചക്കത്തേക്കുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചോറ് വയ്ക്കാനായിട്ട് അരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ഉച്ചക്കത്തേക്ക് മാന്തളാണ് കേട്ടോ. മാന്തൾ വറക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ മാന്തൾ നന്നാക്കേണ്ട വീഡിയോ ഇടാൻ കാരണം എന്നോട് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, മാന്തൾ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ എനിക്ക് ആ ചോദിച്ച സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഞാൻ മാന്തളൊന്നും നോക്കിയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇന്നലെ മീൻ മേടിക്കാൻ പോയപ്പോൾ ഞാൻ മാന്തൾ കണ്ടിട്ട് മേടിച്ചതാണ് കേട്ടോ. അപ്പം ഞാൻ ഇതേപോലെയാണ് മാന്തൾ നന്നാക്കണത്. അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ മീനിൻ്റെ തലയുടെ ഭാഗം ഉണ്ടല്ലോ, അപ്പം അവിടെ നിന്ന് ഇങ്ങനെ കുറച്ചിങ്ങനെ പിച്ചിട്ട് അതിൻ്റെ ആ ഒരു തൊലി വലിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ നല്ലോണം ആ തലയുടെ ഭാഗവും ക്ലീൻ ചെയ്യും, അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ ഇതേപോലെ തലയുടെ ആ ഭാഗം ഇങ്ങനെ നമുക്കിങ്ങനെ ഒന്ന് പിച്ചുമ്പോൾ തന്നെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അത് 2 ഭാഗത്തെയും അതിൻ്റെ തൊലി കളയുക. എന്നിട്ട് ആ ഒരു തലഭാഗത്തുണ്ടല്ലോ, തലഭാഗത്ത് ആ കറുത്ത ഒരു ഇതൊക്കെ കാണുന്ന സ്ഥലത്ത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. കത്രിക കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ അത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ആ തലയുടെ ഭാഗം ഉണ്ടല്ലോ അത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ മാന്തൾ നന്നാക്കണത്. മറ്റു മീനുകളെക്കാളും എളുപ്പമുണ്ട് തോന്നുന്നു മാന്തൾ നന്നാക്കാനായിട്ട്.
ഇത് ഇത്രയും വലുതായതുകൊണ്ടാണ് എൻ്റെ പെട്ടെന്ന് കഴിഞ്ഞായിരുന്നു. എനിക്ക് പെട്ടെന്ന് തന്നെ തൊലിയൊക്കെ തൊലി എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ മാന്തളിനെ ഒന്ന് മസാല തേക്കാനായിട്ട് ഉപ്പ് പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. വേറെ മസാലകളൊന്നും ചേർക്കണില്ല കേട്ടോ, അതായത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊന്നും ചേർക്കുന്നില്ല. ഉപ്പ് പൊടി മുളക് പൊടിയും അതേപോലെ മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തിട്ടുള്ളൂ. ഈ മസാലയിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മാന്തളിലോട്ട് തേച്ച് കൊടുക്കണ്ട കേട്ടോ. മാന്തൽ തേച്ച് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറോ അല്ലെങ്കിൽ വറക്കണ സമയമാകുമ്പോഴേക്കും നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം കേട്ടോ. മസാലയൊക്കെ തേച്ചിട്ട് അത് വറക്കണതിന് തൊട്ട് മുമ്പായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നമുക്ക് ചട്ടി വെച്ച് വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇടാം കേട്ടോ. ഞാനിത് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വെളിച്ചെണ്ണ അധികം ചൂടായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ നമ്മുടെ മാന്തളൊക്കെ നന്നായിട്ട് മുരിയുന്നുണ്ട്. അപ്പം നല്ലോണം മുരിയിച്ചെടുക്കാം കേട്ടോ, മാന്തൾ നല്ലോണം മുരിയിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ മാന്തളിൻ്റെ ഒരു റെസിപ്പി എന്ന് പറയുന്നത്. അതേപോലെ മാന്തൾ നന്നാക്കാനും എനിക്ക് തോന്നുന്നു മറ്റു മീനുകളെക്കാളും കുറച്ചും കൂടി എളുപ്പമുണ്ട് തോന്നുന്നു മാന്തൾ നന്നാക്കാനായിട്ട്. പിന്നെ ഇത് നല്ല വലിയ മാന്തളായിരുന്നു കേട്ടോ, അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് കഴിഞ്ഞത്. ചെറുതാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാടാണ് നമുക്ക് തൊലിയൊക്കെ വലിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്കും അതേപോലെ സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.